നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇന്നലെ നമ്മൾ വേടന്റെ വിഷയം കുറച്ച് ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോ വേടൻ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ നിരവധി ആളുകളാണ് ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നല്ലോ എന്നിട്ടിപ്പോ ഇന്നലെയും അത് കുറച്ച് പേരുണ്ട്. പക്ഷെ ഇപ്പൊ ശക്തമായിട്ട് അങ്ങനെ ഒരു വാദമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു, എന്നിട്ടിപ്പോൾ എന്തിന് പരാതി പറയുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിലെ ഒരു വഞ്ചന ആണ് അതിൽ നമുക്ക് ആരോപിക്കാനുള്ളത്. പക്ഷെ വഞ്ചന ആരോപിച്ചാൽ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും. തീർച്ചയായിട്ടും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പറയാനുള്ളത്, ഹൈക്കോടതിയിലേക്ക് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. അറസ്റ്റ് പോലീസ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു പ്രമാദമായ കേസാണ്. അപ്പുറത്തുള്ളത് വേടനാണ്. സ്ത്രീപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ വേടനെ കഞ്ചാവ് കേസിൽ സപ്പോർട്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ പുലിപ്പല്ലി കേസിൽ സപ്പോർട്ട് ചെയ്തതുപോലെ ഒന്നും ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. മാത്രവുമല്ല, ഇതിലെ ഇര എന്ന് പറയുന്നത് ഒരു ദളിത് പെൺകുട്ടിയാണ്. അപ്പോ ദളിത് സ്നേഹികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും ഒന്നും വായിൽ പഴം ഒഴുകി അല്ലെങ്കിൽ തിരികെ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോ ജാതിവാദികൾ എന്തുകൊണ്ടാണ് ഈ ദളിത് പെൺകുട്ടിയുടെ കാര്യം പറയാത്തത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ മുൻ ഹൈക്കോടതി ജഡ്ജായിരുന്ന വളരെ പ്രധാനപ്പെട്ട വിധികളൊക്കെ പ്രസ്താവിച്ചിരുന്ന, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കൂടി പല കാര്യങ്ങളോടും പ്രതികരിക്കുന്ന ജസ്റ്റിസ് കമാൽ പാഷ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതില് കൃത്യമായിട്ട് ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതും അപ്പൊ നമുക്ക് മനസ്സിലാവുന്നതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത്. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടല്ലേ, അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി സൂചിച്ചതല്ലേ? ഇതൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇതിൽ FIR പരിശോധിക്കുമ്പോൾ, മൊഴി പരിശോധിക്കുമ്പോൾ, നടന്ന പല കാര്യങ്ങളും എടുത്ത് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമല്ല നടന്നതെന്നാണ്. കാരണം വേടനെ പോലുള്ള ഒരാളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മുടെ ആരാധനയുടെ പുറത്ത് ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജിന് ഇയാൾ മറുപടി കൊടുക്കുന്നു. മറുപടി കൊടുത്തതിന് ശേഷം 1-2 തവണ ചാറ്റ് ചെയ്യുന്നു. അങ്ങനെ ചാറ്റ് ചെയ്ത് ഒരു സൗഹൃദം ഉണ്ടായതിനു ശേഷം ഇവർ തമ്മിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട്, ഫേസ്ബുക്ക് റീലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനുണ്ട്, അത് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഒന്ന് കാണണം എന്ന് പറയുന്നു. അങ്ങനെ ഈ കുട്ടി താമസിക്കുന്ന കോഴിക്കോട്ടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അപ്പാർട്ട്മെന്റിലേക്ക് പോയി അവിടെ ഇരുന്ന് ഇവർ ഒരുമിച്ച് ചായ കാപ്പി എന്തോ കഴിക്കുന്നു. അതിനുശേഷമാണ് ഇത് പറയുന്നത്, എന്താണ്, എനിക്ക് ഇതിനോട് അഗാധമായ ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഒരു ചുംബനം, ഒരു ഉമ്മ തന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതിപ്പം അങ്ങനെ സ്നേഹത്തിന്റെ ചുംബനം. ഇപ്പൊ നമ്മൾ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ടോ ഉമ്മ വെക്കുന്നതുകൊണ്ടോ ഒന്നും നമ്മൾ ഈ സെക്ഷൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലല്ലോ. നമുക്ക് ഇപ്പൊ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പോലും നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ട്, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ഒരു ഉമ്മ കൊടുക്കുന്നു. ആ ഉമ്മ കൊടുത്തതിന് ശേഷം ഈ പറയുന്ന പെൺകുട്ടിയെ ഉടനെ തന്നെ ബലമായി എടുത്ത് ഈ കിടക്കയിലേക്ക് ഇട്ട് റേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുക. അതായത് ഉള്ളിൽ ഇയാളോട് പ്രണയമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്, പ്രണയം ഉണ്ടെങ്കിൽ പോലും, ഭാര്യയാണെങ്കിൽ പോലും കൺസെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിപ്പോ സുപ്രീം കോടതി പല തവണ വ്യക്തമാക്കിയ കാര്യമാണ്. അവിടെയാണ് ഈ പറയുന്ന പീഡനം നടന്നിരിക്കുന്നത്. പീഡനം നടന്നതിന് ശേഷം ഇവർ തമ്മിൽ വലിയ വഴക്കുണ്ടാവുകയാണ്. വഴക്കുണ്ടായപ്പോ ആദ്യം അങ്ങോട്ട് ശക്തമായ രീതിയിൽ തെറി, അതായത് വലിയ ചീത്ത പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം വേടന്റെ ഭാഗത്തുണ്ടാവുന്നു. അതിനുശേഷമാണ് കല്യാണം കഴിക്കാം, പറ്റിയത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് മറ്റു മാർഗങ്ങളില്ല. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ആ വിഷയം അവിടെ തീരുന്നത്. ചീത്ത പറഞ്ഞു എന്നതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. കാരണം പലരും അങ്ങനെ പരസ്യമായി പറയാറില്ല. എന്നാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കോമൺ വാക്കാണ് അത്. വേടൻ തന്റെ കവിതകളിൽ വരെ പരസ്യമായി പറയുന്നതാണ് തെറിവാക്ക്. അപ്പൊ അങ്ങനെ പറയുന്ന വേടൻ ഈ സ്വകാര്യമായി എന്ത് തെറി പിടിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് അതായത് തെറി മാത്രമല്ല പറഞ്ഞത്. തെറി മാത്രമല്ല എന്നല്ല, ഈ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ വരുന്ന ആളുകളെ അദ്ദേഹം വിളിക്കുന്നത് എന്താണ്, വേടൻ വിളിക്കുന്നത് ഈ തെറിവാക്കാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ കേറി തല്ലും. ഇത് കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് അത് ഇഷ്ടം ഉണ്ടായിട്ട് പോയി കേൾക്കുന്നു. അതെന്തോ അവരുടെ സൗകര്യം, അവരുടെ സ്വാതന്ത്ര്യം, അത് നമുക്ക് വിടാം. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടായി. ഈ പെൺകുട്ടിക്ക് എന്തൊക്കെ തന്നെ പറഞ്ഞാലും കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു ആഘാതത്തിൽ നിന്ന്, ട്രോമയിൽ നിന്ന് വലിയ ഡിപ്രഷൻ ഉണ്ടായി. ഈ കുട്ടി ചികിത്സ തേടിയതിന് ശേഷം മറ്റു വഴികളില്ല, മുമ്പിൽ മറ്റു വഴികളില്ല എന്ന് മനസ്സിലായപ്പോ വേടനുമായിട്ട് അടുത്തു.
അതായത് എന്തായാലും എന്റെ ജീവിതത്തിൽ ഒരാൾ വന്ന് കയറി ഇപ്പം റേപ്പ് ചെയ്താലും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി ശരി സംഭവിച്ചു കല്യാണം കഴിക്കുമല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അവർ തമ്മിൽ വീണ്ടും അടുക്കുന്നു. ഈ കുട്ടിക്ക് ജോലി കിട്ടിയതിന് ശേഷം എന്താണ് എറണാകുളത്തുള്ള ഫ്ലാറ്റിൽ വേടനെത്തുന്നു. ഇവർ തമ്മിൽ വളരെ അധികം സൗഹൃദമാകുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കല്യാണം കഴിക്കാം എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ പറയുന്നു. അവിടെ നിന്ന് വേടൻ ഒരു വലിയൊരു ഉയർച്ചയിലേക്കാണ് പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെ പോകുമ്പോൾ പതുക്കെ എന്താണ് ഈ ബന്ധം കുറയുകയാണ്. വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല, നിൽക്കുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ആ ഒരു വേടൻ പലതവണ ഈ ജയിലിലും പ്രശ്നങ്ങളൊക്കെ ആയ സമയത്തും ഈ പെൺകുട്ടി എന്താണ് കൂടെ ഉണ്ടായിരുന്നു. അതായത് സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം മ്യൂസിക് ബാൻഡ് തുടങ്ങുന്നതിന് വേണ്ടി സഹായം ഈ പെൺകുട്ടി കൊടുത്തിരുന്നു. അതായത് വേടന് ആവശ്യമുള്ള സമയത്തെല്ലാം ഈ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തിക സഹായം പോലും ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ പെൺകുട്ടിയെ ചതിക്കുകയാണ് ചെയ്തത്. ഇതിൽ വേടന്റെ കാര്യം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമല്ലേ നടന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ആദ്യം നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമല്ല, റേപ്പാണ്. അതാണ് നടന്നത്, റേപ്പാണ്. മാരിറ്റൽ റേപ്പ് വരെ ഇവിടെ ഉള്ള കാലത്താണ് ഇതിനെ ആൾക്കാർ ന്യായീകരിക്കുന്നത്. മാരിറ്റൽ റേപ്പ് എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. റേപ്പാണ് രണ്ടാമത് ആ കുട്ടി ഡിപ്രഷനിലേക്ക് പോയി. അതിനുശേഷം രക്ഷയൊന്നും ഇല്ലാതെ ഇവർ തമ്മിൽ അടുക്കുന്നു, കല്യാണം കഴിക്കണമെന്ന് വാക്ക് കൊടുക്കുന്നു. അതിനുശേഷം നടന്ന സെക്സ് ഒക്കെ കൺസെന്റ് സെക്സ് ആയിരിക്കാം. അതായത് ഒരു ബന്ധത്തിന്റെ പേരിൽ, ഒരു ഉറപ്പിന്റെ പേരിൽ ഉറപ്പായല്ലോ അവർ തമ്മിൽ ഒരു ബന്ധത്തിലായി കഴിഞ്ഞു, വിവാഹിതരാകാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു സ്നേഹം ആ പെൺകുട്ടിക്ക് ഉണ്ടായിക്കാണും. തീർച്ചയായിട്ടും ആ ഒരു ഉറപ്പിന്റെ പേരിലാണ് അവർ പോകുന്നത്. അവിടെയും കൺസെന്റ് എങ്ങനെ വരുന്നറിയോ? കല്യാണം കഴിക്കുമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് കൺസെന്റ് വരുന്നത്. ഈ ആളുകൾ ചോദിക്കുന്നത് തുടർച്ചയായി 2-3 വർഷം പീഡിപ്പിച്ചപ്പോ പീഡനമാണെന്ന് അറിയില്ലായിരുന്നോ എന്നാണ് ചോദ്യം. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്, ആദ്യത്തെ തവണ നടന്ന സംഭവം നിങ്ങൾ ആരും അറിയുന്നില്ല. ആദ്യത്തെ തവണ റേപ്പ് നടന്നു, അതിനുശേഷം ആ കുട്ടിയുടെ സാഹചര്യം കൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നു, കല്യാണം കഴിക്കുന്നു പറയുന്നു, ബന്ധങ്ങൾ ഉണ്ടാവുന്നു. പിന്നീട് ഇത് കൈയൊഴിഞ്ഞു പോകുന്നു. അപ്പൊ എന്താണ്? ആദ്യത്തെ റേപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബന്ധം ഉണ്ടാക്കുകയും പിന്നീട് ആ ബന്ധം യൂസ് ചെയ്യുകയും അവസാനം അത് മെല്ലെ പതുക്കെ ഒഴിവാക്കുകയും ചെയ്യും. നൈസ് ആയിട്ട് അതായത് ആദ്യം വിശ്വസ്തത കയ്യിലെടുക്കുക, അതായത് നിയമപരമായുള്ള നടപടികളിലേക്ക് പോകാതിരിക്കാനും. അപ്പൊ അവൻ നല്ല ബോധ്യമുണ്ട്. കാരണം ഇത്രയും നാൾ ഒരു ബന്ധത്തിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സമ്മതപ്രകാരമുള്ളതായി ചിത്രീകരിക്കപ്പെടാമല്ലോ. അപ്പൊ അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്ത് കുറച്ചു നാൾ അഭിനയിച്ചിട്ട് നിന്നു. അതിനുശേഷം ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞു. ഫുൾ സെറ്റ്. രണ്ടാമത്തെ കാര്യം, പീഡനം എന്ന് പറയുന്നത് ആളുകളുടെ ഭാഷയിൽ ബലമായ ഒരു കുട്ടിയെ പിടിച്ച് റേപ്പ് ചെയ്യുന്നത് മാത്രമാണ് സിനിമയിൽ കാണുന്ന പഴയ ബലാത്സംഗ സീനുകൾ. ബ്ലൗസ് വലിച്ചു കയറുക, പൊട്ട് മാഞ്ഞിരിക്കുക, അതൊന്നും അല്ല ബലാത്സംഗം. പൊട്ട് മായുക, ബ്ലൗസ് കയറുക എന്നത് മാത്രമല്ല. അതാണ് ഇവരുടെയൊക്കെ ഭാഷയിൽ ബലാത്സംഗം എന്ന് പറയുന്നത്. ആളുകൾക്ക് ഈ പറയുന്ന നിയമബോധം ഇല്ലാത്തതും ഭരണഘടനയെ പറ്റി 24 മണിക്കൂർ എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഇത് വായിച്ചു നോക്കുന്നില്ലതേ. അതിന്റെ ഇടയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ബൈബിള് വായിക്കണം, രാമായണം വായിക്കണം. ഇപ്പൊ കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം വായിക്കുന്നുണ്ട്. ഈ വായിക്കുന്നവർ എത്ര പേര് ഭരണഘടനയെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കും? സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ഈ മതപുസ്തകങ്ങൾ വായിക്കുന്നത് നിർബന്ധമാക്കുന്നതിന് പകരം കൃത്യമായി അവർ വായിച്ചു തുടങ്ങുന്ന അക്ഷരം വായിച്ചു തുടങ്ങുമ്പോൾ മുതൽ ഈ ഭരണഘടന, അവനവന്റെ അവകാശം, ഇവിടുത്തെ നിയമം, ഇതിനെ കുറിച്ച് ഒരു ബോധം ആൾക്കാർക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. 100% നമ്മൾ ഈ പറയുന്ന മതപുസ്തകങ്ങൾ മതപുസ്തകം വായിക്കേണ്ട എന്നുള്ളത് വായിച്ചോട്ടെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന നമ്മൾ പഠിപ്പിക്കണം, പൂർണ്ണമായി പഠിപ്പിക്കണം. അതിലെ വലിയ ലോഡൊന്നും പഠിക്കണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം എന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു പ്രലോഭനം നൽകി, വാക്ക് നൽകി, ഏതെങ്കിലും ഒരു പദാർത്ഥം നൽകി, ഇപ്പൊ ഉദാഹരണത്തിന് മയക്കുമരുന്ന് പദാർത്ഥങ്ങൾ നൽകി, ഇനി ഏതെങ്കിലും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഒരു പെൺകുട്ടിയെ ഈ തരത്തിൽ ബന്ധത്തിൽ കൊണ്ടുപോകുന്നത് എന്താണ്? പീഡനത്തിന്റെ പരിധിയിൽപ്പെടും. അതാണ് നിയമം. ഇനി ഏതാണ് പീഡനത്തിന്റെ പരിധിയിൽ പെടാത്തത്? ഒരു കരാറുമില്ലാതെ, ഒരു പിന്നെ എന്താണ് ഈ പറയുന്ന പോലെ ജീവിതകാലത്ത് ഒരുമിച്ച് താമസിക്കും എന്ന് ഉറപ്പില്ലാതെ, ഈ കല്യാണം കഴിക്കുമെന്ന് വാക്ക് കൊടുക്കാതെ, ലഹരി അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കാതെ, എന്തെങ്കിലും പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ട് ഇതാക്കാതെ, ഇനി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മേധാവി അവിടെ ജോലി ചെയ്യുന്ന കുട്ടിക്ക് അവിടെ ജോലി ചെയ്യണമെങ്കിൽ ഇയാളുടെ കൂടെ സെക്സ് ചെയ്യണം എന്നതാണ്. രക്ഷയില്ലാതെ പോയി സെക്സ് ചെയ്യുന്നു, അതുപോലും പീഡനമാണ് നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച്. അത് അറിയില്ല ഇവർക്ക്.
അങ്ങനെ ഒരു പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ പോലും ഉണ്ട്. ആ സെക്സ് ചെയ്യുന്ന പോലും പീഡനമാണ്. അത് ഇതിപ്പോ ഈ പെണ്ണുങ്ങൾ മാത്രമല്ല മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് അപ്രോച്ച് ചെയ്യുന്ന പുരുഷന്മാർ ഇത് തിരിച്ചറിയേണ്ടതാണ്. ഇവരറിയുന്നില്ല എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതും അതിന് എന്ത് ശിക്ഷ ലഭിക്കുമെന്നും ഉള്ളത് അവർക്കും ബോധ്യം വേണം. ഇത് തീർച്ചയായിട്ടും. മാത്രമല്ല BNS വന്നു. BNS ഇത് കൂടുതൽ കർക്കശമാണ്. അത് ആദ്യം മനസ്സിലാക്കുക, കൂടുതൽ കർക്കശമാണ്. രണ്ടാമത്തത് സുപ്രീം കോടതിയുടെ വിധി പലവരും എടുത്തു വെച്ച് പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? ആ വിധിയിൽ പറയുന്നത് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ തന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് നൽകി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അത് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ പോയില്ല. പക്ഷെ ഇവിടെ കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന് വാക്ക് കൊടുത്ത് പ്രലോഭിപ്പിച്ച്, അത് മാത്രമല്ല ലഹരി കൊടുത്തു. മിസാജ് എന്ന് പറയുന്ന തന്റെ സുഹൃത്തിന്റെ ഒപ്പം ആ സുഹൃത്തിന് വഴി ലഹരി എത്തിച്ച് ലഹരി കൊടുത്തു ഈ കുട്ടിക്ക്, ഈ ഡോക്ടർ എന്ന് പറയുന്ന കുട്ടിക്ക്. അപ്പൊ ആളുകൾ ചോദിക്കും, നിങ്ങൾ അത് വാങ്ങി കഴിച്ചിട്ടല്ലേ ലഹരി എന്ന് ചോദിക്കും. അവിടെ വലിയ കാര്യമില്ല. എങ്ങനെയാണ് ആ ലഹരി കൊടുത്തത് എന്ന് കൂടി നിങ്ങൾ അറിയണം. അതായത് ഈ കുറ്റപത്രത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ കഴിയില്ല, മൊഴിയിലെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് അത് നമുക്ക് പറയുന്നില്ല. പക്ഷെ ആ ലഹരി എങ്ങനെ ഉള്ളിലെത്തി എന്നുള്ളത് കൂടി ആളുകൾ പഠിക്കണം, ആളുകൾ കാണണം. ഇതൊക്കെ ആയിട്ടാണ് ആ വേടനെ എന്താക്കാൻ പോകേണ്ടത്, ഈ പറയുന്നത് ന്യായീകരിക്കാൻ പോവേണ്ടത്, അല്ലാതെ ആ സ്ത്രീയെ കുറ്റം പറയാൻ നിൽക്കുന്ന ആളുകൾ. മാത്രവുമല്ല ഇവിടത്തെ ആക്ടിവിസ്റ്റുകൾ, ദളിത് ആക്ടിവിസ്റ്റുകൾ, സ്ത്രീപക്ഷവാദികൾ ഇവരൊന്നും ശബ്ദിക്കുന്നില്ലല്ലോ. ആകെ 1-2 പേരാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. എല്ലാവരും വേടന്റെ പുറകെ പോയിട്ട് വേടൻ എന്ത് ചെയ്താലും അത് ശരിയാണ്, വേടൻ പറയുന്ന രാഷ്ട്രീയം, വേടൻ പിന്നെ എന്താണ് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, അല്ലെ നീ പാടാനല്ല പറയാനല്ല എന്ന് ശരി, ആ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ആ രാഷ്ട്രീയം പാടുന്നത് കൊണ്ട് മാത്രം അയാൾ എന്ത് നിറകേട് ചെയ്താലും അത് ശരിയാണ് എന്ന് പറയുന്നതാണോ യാഥാർത്ഥ്യം? വേടനെ ഈ പറയുന്ന കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോ നമ്മളെല്ലാം എതിർത്തു, പുലിപ്പല്ലി കേസ് പിടിച്ചപ്പോ നമ്മളെല്ലാം അത് തെറ്റാണ് എന്ന് പറഞ്ഞു, അല്ലെ? വേടൻ തെറിപ്പാട്ട് പാടുമ്പോ അത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ കേസ് വരുമ്പോൾ അതും തെറ്റാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ മുൻപ് വന്ന പല അലിഗേഷൻസുകൾക്കും പരാതിയില്ലല്ലോ, പരാതി വന്നാൽ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞ സിംഗങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ആ സിംഗങ്ങളൊക്കെ ഇവിടെ പോയി. ഒക്കെ രാഷ്ട്രീയമാണ്. വേടൻ പറയുന്ന രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വേടന്റെ മറ്റ് അലിഗേഷൻ വന്ന കുട്ടികളോട് സംസാരിച്ചപ്പോഴും ഈ ആളോട് സംസാരിച്ചപ്പോഴും നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞ ഡോക്ടറുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു, ഭീഷണി കോളുകൾ വരുന്നു, ഈ ഭൂമിയിൽ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുന്നു. ഈ കുട്ടി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് പോലീസ് സംരക്ഷണം തേടിക്കൊണ്ട്. ഇത്രയ്ക്ക് നെറികെട്ട രീതിയിലേക്ക് കേരളം മാറിയിട്ട് അവിടെ സ്ത്രീപക്ഷവാദികളില്ല, ദളിത് സ്നേഹികളില്ല. ഈ പെൺകുട്ടി ദളിത് പെൺകുട്ടിയാണ്, അവളെ സംരക്ഷിക്കാൻ ആരുമില്ല. ഇതെല്ലാം ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇതൊരു പിന്നെ കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധം പൊളിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യം എന്നാണ് തെറ്റിദ്ധാരണയാണ്. ഈ കാര്യത്തിൽ വേടനോടൊപ്പമല്ല, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമം കുറ്റവിമുക്തനാക്കി നമുക്ക് വേണ്ടിയിരിക്കും.